ISL പ്രതിസന്ധി നീങ്ങി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മാച്ച് നാളെ കൊച്ചിയിൽ നടക്കും. ഒരാഴ്ചക്കകം കുടിശ്ശികയായി 28 ലക്ഷം രൂപ ബ്ലാസ്റ്റേഴ്സ് നൽകാൻ ധാരണയായി. GCDയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. മുംബൈ സിറ്റി FC-യുമായാണ് നാളത്തെ മത്സരം. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഗോൾ വഴങ്ങിയോ ബ്ലാസ്റ്റേഴ്സ്? മാധു, അവസാനം ഒടുവിൽ ബ്ലാസ്റ്റേഴ്സിന് ഗോൾ വഴങ്ങേണ്ടി വന്നു എന്ന് തന്നെ പറയാം. അതായത് കുടിശ്ശിക അടക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഏതാണ്ട് 28 ലക്ഷം രൂപയോളം കുടിശ്ശിക അടക്കാനുണ്ട്. അത് കഴിഞ്ഞ സീസണിൽ ഈ കാണികൾ ഈ കസേരകളടക്കം നശിപ്പിച്ചത് അതുപോലെയുള്ള മറ്റ് വിഷയങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ ഒരു കുടിശ്ശികയാണ്. ആ തുക അടക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിലവിൽ അടച്ചിട്ടില്ല. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ അടക്കാം എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് നേരത്തെ 8,40,000 രൂപയായിരുന്നു ഈ സ്റ്റേഡിയത്തിന്റെ ഒരു മാച്ചിനുള്ള വാടക. ആ വാടക ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് GCDA ചെയർമാൻ തന്നെ അത് ഇളവ് നൽകാമെന്ന് പ്രഖ്യാപിക്കുകയും അത് 2 ലക്ഷം രൂപയിലേക്ക് കുറയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ GCDA എക്സിക്യൂട്ടീവ് യോഗം അത് അനുവദിച്ചില്ല. അത് 4,20,000 രൂപ, അതായത് സാധാരണ ഈടാക്കുന്ന വാടകയുടെ പകുതിയെങ്കിലും നൽകണം എന്ന തീരുമാനത്തിലേക്ക് എത്തി. ഇത് രണ്ടും മുന്നിൽ വെച്ചതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം പ്രതിസന്ധി ഉണ്ടായത്. ഈ പ്രതിസന്ധി ഇന്ന് മാരത്തോൺ ചർച്ച നടത്തിയാണ് ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നത്. എന്തായാലും നാളത്തെ മത്സരം നടക്കുമെന്ന കാര്യം ഉറപ്പായി. ഇതിൽ നമുക്ക് കൂടി അഭിമാനിക്കാം. അതായത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് ഈ സ്റ്റേഡിയം നവീകരിച്ചത്. ഈ നവീകരണത്തിന് ശേഷം നടക്കാൻ പോകുന്ന ആദ്യത്തെ മത്സരം കൂടിയാണ് നാളെ. അത്തരത്തിൽ പുതിയ പിച്ച്, സ്റ്റേഡിയം പൂർണ്ണമായും കസേരകളടക്കം മാറ്റിയിരിക്കുന്നു, ഇതിൽ ലൈറ്റ് അടക്കം മാറ്റിയിരിക്കുന്നു. ഇത്തരത്തിൽ പൂർണ്ണമായും നവീകരിച്ച സ്റ്റേഡിയത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഹോം മാച്ചിന് വേണ്ടി ഇറങ്ങുന്നത്. നമുക്കറിയാം, നേരത്തെ കൊൽക്കത്തയിൽ വെച്ച് നടന്ന ആദ്യത്തെ മത്സരത്തിൽ മോഹൻ ബഗാനോട് 2 ഗോൾ വഴങ്ങി ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു. എന്തായാലും അതിനുശേഷം ഹോം ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ മഞ്ഞപ്പടയുടെ ആരാധകരൊക്കെ തന്നെ ഒന്നടങ്കം സ്റ്റേഡിയത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാളെ വൈകിട്ടാണ് മത്സരം. ഇന്ന് നടക്കാനിരുന്ന വാർത്താ സമ്മേളനം അടക്കം ഈ പ്രതിസന്ധിയെ തുടർന്ന് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വൈകിട്ട് ഏതാണ്ട് 7 മണിക്ക് ശേഷമാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. എന്തായാലും നാളത്തെ മത്സരം നടക്കുമെന്ന കാര്യം ഉറപ്പായി. പക്ഷേ അതിനുശേഷം 28-ാം തീയതി അടക്കം ഹോം മാച്ച് ഉണ്ട്. ഈ മത്സരങ്ങളൊക്കെ തന്നെ നടക്കുമെന്നത് കണ്ടറിയണം. എന്തായാലും ഈ തുക, ഈ കുടിശ്ശികയും അതോടൊപ്പം തന്നെ വാടകയും കൃത്യമായി തന്നെ GCDക്ക് നൽകിയാൽ തുടർന്നുള്ള മത്സരങ്ങൾ നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FC-യെ നേരിടും. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ISL പ്രതിസന്ധി നീങ്ങിയിരിക്കുകയാണ്. കുടിശ്ശിക പണം തിരിച്ചു കൊടുക്കാമെന്ന് ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞിരിക്കുന്നു. എന്തായാലും ആഘോഷവും ആരവവുമായി മത്സരങ്ങളൊക്കെ നടക്കട്ടെ.